ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാ? +2 സ്റ്റുഡൻസിന്, എക്സ്ക്ലൂസീവ്ലി ഫോർ +2 സ്റ്റുഡൻസ്. എങ്ങനത്തെ +2 സ്റ്റുഡൻസ്? അതായത് ഇപ്പോൾ +1 ഒക്കെ കഴിഞ്ഞു, അപ്പോൾ +1 നന്നായിട്ട് ഉഴപ്പി, ഇപ്പോൾ +2ക്ക് എത്തി, ഇനി എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ആകെ പുക പോയിരിക്കുകയാണ്. +1 പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണോ? അത് ഇപ്പോൾ തന്നെ ഇനി കുറച്ച് പഠിക്കണോ? അത് ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ക്രാഷ് കോഴ്സിൻ്റെ ടൈമിൽ ലാസ്റ്റ് പഠിച്ചു തുടങ്ങിയാൽ മതിയോ? അങ്ങനെയുള്ള പല ഡൗട്ട്സ്, അതായത് ബോർഡ് എക്സാമിന് എന്ത് ചെയ്യണം ഒക്കെ, അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉള്ള സ്റ്റുഡൻസ് ആവും നിങ്ങൾ. അപ്പോൾ അങ്ങനത്തെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യണം, അതായത് +1 പോട്ടെ, ഇനിയിപ്പോൾ പോയി കഴിഞ്ഞല്ലോ, ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് നീറ്റ് ഇനിയിപ്പോൾ 1 ഇയർ ഉണ്ട് നീറ്റിന്, ആ 1 ഇയർ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നീറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലാഗൊന്നും ഉറപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലിട്ടു. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മൾ സ്ട്രാറ്റജിക്കും പ്ലാനൊക്കെ കിടക്കാം. ബട്ട് ഈ പ്ലാനൊക്കെ പറയുന്ന മുമ്പ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഏറ്റവും ഫസ്റ്റ് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക പ്രോപ്പറായിട്ട്. അതായത് +1 നിങ്ങൾ ഉഴപ്പിയല്ലോ, ആ ഉഴപ്പിയത് എന്തുകൊണ്ടാണ്? അതായത് ഒരു സ്പെസിഫിക് ഡിസ്ട്രാക്ഷൻ, എന്തെങ്കിലും ഒരു കാര്യം സ്പെസിഫിക് ആവില്ല, ചിലപ്പോൾ സ്പെസിഫിക് ആവും, അല്ലെങ്കിൽ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ +1 നിങ്ങൾ എന്തുകൊണ്ട് ഉഴപ്പി എന്നുള്ള കാര്യം ഒന്ന് നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇനി ആ ഡിസ്ട്രാക്ഷൻ ഞാൻ റിപ്പീറ്റ് അടിക്കൂല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, അതായത് എന്ത് ചെയ്യുക? ഓക്കെ, ഇങ്ങനെ ഒരു ഡയറി എടുക്കുക, ഒരു ഡയറിയോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. അതായത് എൻ്റെ +1 ഞാൻ ഉഴപ്പിയത് ഈ കാരണങ്ങൾ കൊണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ നിങ്ങളെ ഭാഷയിൽ തന്നെ നിങ്ങൾക്കൊരു കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ എഴുതിക്കോ. എന്നിട്ട് എന്ത് ചെയ്യുക? 1 എന്താണ്, നല്ല ഫോണ് യൂസ് ചെയ്തിരുന്നു. 2 ഞാൻ ഫോണിൽ യൂട്യൂബ് നല്ലോണം യൂസ് ചെയ്തിരുന്നു, ആവശ്യമില്ലാത്ത കുറേ കണ്ടന്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനത്തെ നമുക്ക് ഈ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലാത്ത കുറേ കണ്ടന്റ് ഇരുന്ന് കാണുക. പിന്നെന്താ, അല്ലെങ്കിൽ ഞാൻ കുറേ ഇങ്ങനെ ഗെയിം കളിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾ ഡിസ്ട്രാക്ഷൻ എന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ പക്ക അങ്ങനെ നോട്ട് ഡൗൺ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയാം, നിങ്ങൾ ആണെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് അവിടെ സ്റ്റിക്കനെ എഴുതിയിട്ട്, അതായത് നിങ്ങളെ സ്റ്റഡി ടേബിളിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ട് കാണണം മുന്നേ തന്നെ. അതായത് ഇങ്ങനത്തെ ഒക്കെ മിസ്റ്റേക്സ് ആയിരുന്നു ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്നത്, ഇനി ഞാനത് ചെയ്യരുത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, ഇപ്പോഴത്തെ നീറ്റ് 2025 പേപ്പർ ഉണ്ടല്ലേ, നീറ്റ് ഒരു APMT ലെവൽ ടഫ്നെസ്സൊക്കെ പോവാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഇങ്ങനെ ഉഴപ്പി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സാധാ പേസിൽ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാലൊന്നും നീറ്റ് കിട്ടൂല. നീറ്റിന് ഇനി നല്ല രീതിയിൽ പഠിക്കണം. അല്ല, NTA വന്ന ശേഷം നിങ്ങൾ വൃത്തിക്ക് പഠിച്ചില്ല കിട്ടൂല എന്നല്ല, ബട്ട് ഈ ടൈമിൽ പറഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾ ഇനി ക്വസ്റ്റ്യൻസ് ലെവൽ ചെയ്യണതും ഒക്കെ കൂട്ടണം. ഈ നിങ്ങൾ ഇപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് പറയും, JEE മെയിൻസിൻ്റെ അത്ര ക്വസ്റ്റ്യൻസും ചെയ്യണ്ടെന്നൊക്കെ പറയുന്നത്. ബട്ട് ഇപ്പം അങ്ങനെയല്ല, നിങ്ങൾ JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണ ലെവൽക്കൊക്കെ എത്തണം. അത്ര ടഫ് ആവുണ്ട് നീറ്റ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡിസ്ട്രാക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ആ പക്ക ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരിക. അതിനൊരു നല്ലൊരു ബെസ്റ്റ് വഴി ഞാൻ പറഞ്ഞിട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, നീറ്റ് 2025 പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കിയാൽ മതി. അപ്പം തന്നെ നിങ്ങൾക്ക് എന്താവും, ഇനി ഉഴപ്പുള്ള ടെൻഡൻസിന് പോകും. അതാണ് ഞാൻ നീറ്റ് ചില സ്റ്റുഡൻസിനൊക്കെ ഇങ്ങനെ പറയേണ്ടത്, ചെറിയൊരു ടെൻഷൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഉഴപ്പാൻ കാരണം എന്താ, സമയമുണ്ടല്ലോ. ഇനിയിപ്പോൾ +1 ഇല്ല, ഇനിയും കുറേ ടൈം ഉണ്ടല്ലോ പറഞ്ഞിട്ട് അവസാനം +1 ഫുള്ളാണ്ട് പോയില്ലേ. ഇതാണ് മനുഷ്യൻ്റെ ഒരു അവസ്ഥ. നമുക്കൊരു ചെറിയൊരു ടെൻഷനോ ചെറിയൊരു സ്ട്രെസ്സോ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉഴപ്പിക്കൊണ്ടേയിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഏറ്റവും ഇപ്പോൾ ബെസ്റ്റ് നിങ്ങളെ ആ ട്രാക്കിൽ നിർത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ പറഞ്ഞാൽ നീറ്റിൻ്റെ പേപ്പറാണ്. ഈ കഴിഞ്ഞ നീറ്റ് 2025 പേപ്പർ ഒന്നും എടുക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ച് നോക്കിയാൽ മതി, നിങ്ങൾ ഉഴപ്പുള്ള ടെൻഡൻസി ഫുള്ളായിട്ട് പോയിക്കോളും. ഇനി നമ്മളെ പോയിന്റിലേക്ക് വരാട്ടോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആ ഡൗട്ടിനെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തുതരാം. അതായത് +1 ഉഴപ്പി ഇനിയിപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ? ഫസ്റ്റ് തന്നെ പറയട്ടെ, ആൻസർ ഈസ് യെസ്, ഇറ്റ്സ് പോസിബിൾ. കാരണം എന്താ വെച്ചാൽ, മെയ് ഏകദേശം പകുതി ആയിട്ടുള്ളൂ. ഇനി അടുത്ത മെയ് ഫസ്റ്റ് വീക്കിലാണ് നിങ്ങൾ നീറ്റ് 2026 എഴുതാൻ പോവുക. അപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ 11.5 മാസം ഉണ്ട്. ഈ 11.5 മാസം നിങ്ങൾ നല്ല പട്ടിപ്പണി എടുക്കാൻ റെഡിയാണോ? ആ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണോ? എന്നാൽ ഞാൻ എഴുതിയാണ്ട് ഒപ്പിട്ടുതരാം, നിങ്ങൾക്ക് എന്തായാലും നീറ്റ് ക്രാക്ക് ചെയ്യും. അതല്ല നിങ്ങൾ ഈ +1 പോലെ ഞാൻ ഉഴപ്പി അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഒരിക്കലും കിട്ടൂല. അതാണ് പറഞ്ഞത്, ഒരിക്കലും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ നല്ല എഫേർട്ട് ഇടാൻ റെഡിയാണെങ്കിൽ 1000% ഇറ്റ്സ് പോസിബിൾ. അപ്പോൾ ഇനി നമുക്ക് നേരെ പ്ലാനിലോട്ട് പോവാം. പ്ലാനിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഞാൻ ലൈക്ക് ചെയ്തോ. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബൂസ്റ്റ് ഫീൽ ചെയ്യും നീറ്റ് പ്രിപ്പറേഷനിൽ. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മളൊരു ഹാബിറ്റ് പറഞ്ഞല്ലോ, എന്ത് ഡിസ്ട്രാക്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പേസ്റ്റ് ചെയ്യാൻ പോലെ, അതേപോലെ തന്നെ ഇനി നിങ്ങൾ
എസ്പെഷ്യലി നിങ്ങളുടെ കേസിൽ ഉണ്ടാക്കേണ്ട ഒരു ഹാബിറ്റാണ് ഡെയിലി ടു ഡു ലിസ്റ്റ് ടാർഗറ്റ് ഉണ്ടാക്കണം. അതായത് ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഇത് തീർക്കും, ബയോളജിയിൽ ഇത് തീർക്കും, കെമിസ്ട്രിയിൽ ഇത് തീർക്കും, ഫിസിക്സിൽ ഇത് തീർക്കും, ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുള്ള പക്ക ഒരു ടു ഡു ലിസ്റ്റ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഡയറിയിലോ സ്റ്റിക്കി നോട്ട്സോ എങ്ങനെയാ വെച്ചാൽ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, അന്നത്തെ ഡേയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ഉണ്ടാക്കി വെക്കണം. ഇതെന്താ വെച്ചാൽ ഇപ്പം നിങ്ങളെന്താവും, നിങ്ങൾ വിചാരിച്ചെന്ത് ഞാൻ ഇന്ന് ബയോളജി പഠിക്കാം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മൂട് വരുമ്പോൾ കെമിസ്ട്രി പഠിക്കുക, അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഫിസിക്സ് പഠിക്കുക എന്നുള്ളതാകുമ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും വെച്ചാൽ നിങ്ങൾ +1 ജീൻ ആക്ടിവേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ജീൻ ഉണ്ടായിരുന്നല്ലോ കുഴപ്പമുണ്ട്. അപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ പറയാം, രാവിലെ എണീച്ചു, ഞാൻ ഫസ്റ്റ് ബയോളജി പഠിക്കാം, എന്നിട്ട് ബയോളജി ഇങ്ങനെ വായിച്ചിട്ട് എന്തായി, നിങ്ങളൊരു 6:30 വെച്ചു, 8:30 വരെ ബയോളജി വെച്ചാൽ എന്നിട്ട് എന്തായി, എന്നിട്ട് ഇങ്ങനെ ഇനി ടൈം ഉണ്ടല്ലോ, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഉഴപ്പി അപ്പുറത്ത് ഫോൺ ഇങ്ങനെ കണ്ടു, എന്നിട്ട് ഇങ്ങനെ കുറച്ചപ്പോൾ പിന്നെ അപ്പോഴാക്കാരം മൈൻഡിലെത്തുക ഇനിയിപ്പോൾ ഞാൻ എന്താ പഠിക്കുക, എന്നാൽ കെമിസ്ട്രി പഠിക്കല്ലേ, എന്നിട്ട് നേരെ കെമിസ്ട്രി കയറുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളൊരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കുന്നത് ഇന്ന് ഞാൻ ബയോളജിയിൽ തീർക്കും, അത് കഴിഞ്ഞ അപ്പത്തെ നമ്മളെ മൈൻഡിൽ അടുത്ത് സ്ട്രൈക്ക് ചെയ്യണം എന്നിട്ട് അവിടെ വേണമെങ്കിൽ ടിക്ക് ഇടുക ടു ഡു ലിസ്റ്റിൽ, എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്തത് കെമിസ്ട്രി ആണ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഇതാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആ പഴയ ഉഴപ്പണ രീതിക്ക് നിങ്ങൾ പോകാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ ഇനി നിങ്ങളൊരു ഡേ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ രാവിലെ തന്നെ എണീച്ചിട്ട് എന്ത് ചെയ്യുക, അന്നത്തെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഏർലി മോർണിംഗ് ടൈപ്പ് തന്നെ ആവട്ടെ, കാരണം നിങ്ങൾക്ക് സ്കൂളിലേക്കൊക്കെ പോകാനാണ്. അപ്പൊ ഇനി ലേറ്റ് നൈറ്റ് പഠിത്തമൊന്നും അങ്ങനെ വേണ്ട, ഇപ്പൊ ഏർലി മോർണിംഗ് തന്നെ ആയിക്കോ. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു 6 മണിക്ക് എണീക്കാന്ന് വിചാരിച്ചോ, ഇത് അങ്ങോട്ട് 5 മണി അല്ലെങ്കിൽ 7 മണിയൊക്കെ ആവട്ടോ, ഒരു 6 മണിക്ക് ഞാനൊരു ഐഡിയൽ കേസായിട്ട് എടുക്കുകയാണ്. എണീച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെല്ലാം ഫ്രഷ് ആയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ സ്റ്റഡി ടാബിൽ ഇരുന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ എന്ത് പഠിക്കുക എന്നറിയാം. ഫസ്റ്റ് സെഷനിൽ ഇപ്പോൾ 6:30 to 8:30, ഇപ്പോൾ അധികം ആൾക്കാർക്ക് 9 മണിക്കാവും സ്കൂൾ ഉണ്ടാവുക. അപ്പോൾ 6:30 to 8:30 എന്നുള്ള ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, +1 ടോപ്പിക്ക് പഠിക്കുക. മനസ്സിലായോ? എന്നിട്ട് എന്താ ചെയ്യുക വെച്ചാൽ നിങ്ങൾ 8:30 പിന്നെ എണീച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നിങ്ങൾ ഫ്രഷ് ആയിട്ട് സ്കൂളിൽ പോയിട്ട്, സ്കൂൾ മിക്കവാറും 9 to 4 ആവുമല്ലോ, അങ്ങനെ സ്കൂളിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ട് നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യുക, 4 മണിക്ക് സ്കൂൾ കഴിയാന്ന് നിങ്ങൾ വിചാരിക്കട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ ഒരു 5:30 ആകുമ്പോഴേക്കും നിങ്ങൾ സ്റ്റഡി ടേബിളിൽ ഇരിക്കുക. അങ്ങനെ 5:30 ഇരുന്ന് കഴിഞ്ഞിട്ട് 5:30 to 7 മണി, അങ്ങനെ ഒരു 1.5 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, അന്ന് നിങ്ങൾക്ക് ആ സ്കൂളിൽ എടുത്തില്ലേ, ആ സ്കൂളിൽ എടുത്തിട്ട് ആ +2 ടോപ്പിക്സ് ഒന്ന് പെട്ടെന്ന് ഓടിച്ചിട്ട് റിവൈസ് ചെയ്യുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ബ്രേക്ക് എടുത്ത ശേഷം ഒരു 9:30 വരെ, ഇപ്പോൾ ബ്രേക്ക് എടുത്ത് പറഞ്ഞാൽ നിങ്ങൾ 7 മണിക്ക് കഴിഞ്ഞാൽ ഒരു 7:30, ഒരു അരമണിക്കൂറിൻ്റെ ബ്രേക്ക് മാക്സിമം കേട്ടോ. അത് നിങ്ങൾക്ക് ഈ ബ്രേക്കിൻ്റെ ടൈം ചുരുക്കാൻ പറ്റിയ അത്ര നല്ലത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 7:30 to 9:30 ആ 2 മണിക്കൂർ കിട്ടുമല്ലോ, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ അന്ന് നിങ്ങൾ +2 പഠിച്ച ആ ടോപ്പിക്കിലെ പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് MCQ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ എന്താ വെച്ചാൽ പിന്നെ ഒരു ബ്രേക്ക് എടുക്കുക നിങ്ങളെ ഡിന്നറിന് വേണ്ടിയിട്ട്. അങ്ങനെ എന്തായി 10 മണിയായി. ഇതും ഞാൻ പറഞ്ഞത് അരമണിക്കൂറാണ് ഞാൻ ബ്രേക്ക് പറയണത്, അതിൻ്റെ അപ്പുറം ഒരിക്കലും കൂടരുത്. അത് കുറക്കാൻ പറ്റിയ അത്ര നല്ലത്. ഈ അരമണിക്കൂർ ബ്രേക്ക് ഉള്ളത് 20 മിനിറ്റ് ആക്കാൻ അത്ര നല്ലത്. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ 10 മണി to 12 മണി എന്ത് ചെയ്യുക, നമ്മൾ രാവിലെ +1 ഒരു ടോപ്പിക്ക് പഠിച്ചല്ലോ, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്താൽ 12 മണിക്ക് നേരെ ഉറങ്ങാൻ പോയിട്ട് 6 മണിയാകുമ്പോഴത്തേന് എണീക്കുക. അങ്ങനെ ഒരു 6 മണിക്കൂറിന് സ്ലീപ്പ് ടൈമും വെച്ചിട്ട്, അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എണീച്ച ഉടനെയുള്ള ടൈം +1 ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടി കൊടുക്കുക. എന്നിട്ട് സ്കൂളിൽ പോയ ശേഷം തിരിച്ചു വന്നിട്ട് +2 ടോപ്പിക്സ് പഠിക്കാനുള്ള ടൈം, എന്നിട്ട് +2 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം, എന്നിട്ട് +1 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ +1ഉം +2 നിങ്ങൾ ഡെയിലി ബേസിസിൽ പഠിക്കണം. ഇനി ഇതിൽ ഓരോ ടൈം സ്ലോട്ടും നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഞാൻ ഒരു റഫായിട്ട് പറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നിങ്ങൾ എണീച്ച ഉടനെയുള്ള ടൈം, ആ എണീച്ച ഉടനെയുള്ള ടൈം നമ്മൾ എന്ത് പറഞ്ഞു, +1 പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഏത് പഠിക്കണം, ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ ബയോളജി ആണോ, ആ ഡൗട്ട് നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല. അതെങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി ഇങ്ങനെ ഓരോന്ന് മാറ്റി പോകുക. അതായത് ഇപ്പോൾ മൺഡേ നിങ്ങൾ ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ട്യൂസ്ഡേ കെമിസ്ട്രി പഠിക്കുക, അടുത്ത ദിവസം ബയോളജി പഠിക്കുക. അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, പിന്നെ അടുത്ത ദിവസം അതേപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി. അങ്ങനെ 6 ദിവസങ്ങൾ എന്ത് ചെയ്യുക, PCB. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫസ്റ്റ് ബയോളജി പഠിക്കേണ്ട ഒരു മൺഡേ ബയോളജി പഠിക്കേണ്ട ആയിക്കോട്ടെ ബയോളജി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഓരോ ദിവസവും സബ്ജക്ട്സ് ഇങ്ങനെ മാറി പഠിക്കുക. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ ഫസ്റ്റത്തെ സ്ലോട്ട് പഠിക്കേണ്ടത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂൾക്ക് പോകുമല്ലോ. അങ്ങനെ സ്കൂൾക്ക് പോയിട്ടുള്ള ആ ടൈമിൽ നിങ്ങൾ എന്തായാലും +1 ഉഴപ്പിയതാണ്. അപ്പോൾ സ്കൂളിൽ ഓരോ ടൈമും നിങ്ങൾ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്താവും, ഇപ്പോൾ ഒരു 9 മണിക്ക് തുടങ്ങിയാൽ 9 to 10 ആവും ഫസ്റ്റ് ഹവർ. അപ്പോൾ ആ 9 to 10 ടൈമിൽ എന്ത് ചെയ്യുക,
ആ ക്ലാസ് എടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ലാസ്റ്റ് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ബ്രേക്ക് ഉണ്ടാവില്ലേ, ആ 5 മിനിറ്റ് ബ്രേക്ക് തന്നെ ഒന്ന് പെട്ടെന്ന് അപ്പെടുത്ത ടോപ്പിക്സ് ഉണ്ടല്ലോ ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രീ പീരീഡ് കിട്ടിയാൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ മൊഡ്യൂളായിട്ട് പോയിക്കോ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ട് പോയിട്ട് ഷോർട്ട് നോട്ട്സ് റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ NCERT ആയിട്ട് പോയിട്ട് NCERT റിവൈസ് ചെയ്യുക. സ്കൂളിലുള്ള ഓരോ സെക്കൻഡും എന്ത് ചെയ്യുക, നിങ്ങൾ ഒരിക്കലും ഉഴപ്പാതെ ഇങ്ങനെ വെറുതെ ഇരിക്കാതെ ഇങ്ങനെ സംസാരിച്ച് കളയാതെ യൂട്ടിലൈസ് ചെയ്യുക. കാരണം നിങ്ങൾ എപ്പോഴും ആ പോയിന്റ് മൈൻഡിലാണ്, നിങ്ങൾ +1 ഉഴപ്പിയവരാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, +2 കൊണ്ടുപോകണം ഒരേ പേസിൽ. അതിൻ്റെ കൂടെ തന്നെ +1ൻ്റെ ആ ബാക്ക്ലോഗ്സും കംപ്ലീറ്റ് ചെയ്ത് വരണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ചിലപ്പോൾ ഈ ക്ലാസ്സിൽ ഈ പഠിപ്പി ഇങ്ങനെയൊക്കെ കളിയാക്കലുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. നിങ്ങളിപ്പോൾ ഒരു എയിംസ്, ഇപ്പോൾ ഞാനിരിക്കുന്ന പോലെ എയിംസ് ഡൽഹിയിലൊക്കെ വന്നെത്തിയാൽ പിന്നെ ആ കളിയാക്കിയവരൊക്കെ നിങ്ങളെ ഇങ്ങനെ, അതായത് ഇങ്ങനെ പ്രൗഡായിട്ട് പറയുള്ളൂ, അന്ന് എൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാന്നുള്ളൊരു കാര്യമേ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യം ഒന്നും മൈൻഡ് ആക്കാൻ നിൽക്കണ്ട. നിങ്ങളെ സ്കൂളത്തെ ഓരോ ടൈമും എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നീറ്റ് 2026 ക്രാക്ക് ചെയ്യാനുള്ളതാണ്. സോ ഞാൻ എന്ത് ചെയ്യണം, നല്ല വൃത്തിക്ക് പഠിക്കണം, കുറേ റിവിഷൻ ചെയ്യണം. അപ്പോൾ സ്കൂളത്തെ എല്ലാ ടൈമും യൂട്ടിലൈസ് ചെയ്യുക. ഇനി എന്താ വെച്ചാൽ, അങ്ങനെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് നമുക്ക് ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത ശേഷം നിങ്ങൾ പഠിക്കായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അവിടെ 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ അന്ന് +2 എടുത്ത ആ ടോപ്പിക്സ് ഒക്കെ റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ആ 1.5 മണിക്കൂർ കൊണ്ട് റിവൈസ് ചെയ്ത് തീർക്കണമെങ്കിൽ നിങ്ങൾ അതിനുള്ള പ്രോസസ്സ് നിങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 9 to 10 എന്നുള്ളൊരു ടൈമിൽ ബയോളജി ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റത്തെ ഒരു ടൈം സ്ലോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പീരീഡിലെടുത്ത സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഓടിച്ചു നോക്കുക. എന്നാലേ എന്താണ്, അവിടെ ഒരു റിവിഷൻ കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് റിവിഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ വെറും ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്കറിയാലോ, ഒരു MCQ ബേസ്ഡ് എക്സാം ആണ്. സോ അത് പെട്ടെന്ന് റിവിഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ്സിൽ തന്നെ അതിനുള്ള പണികൾ തുടങ്ങണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചു വന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ, അങ്ങനെ 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ റിവിഷൻ ചെയ്ത് തീർത്ത ശേഷം അടുത്ത സ്ലോട്ട് എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. ഇനിയിപ്പോൾ ചില ദിവസങ്ങളിൽ ഈ ടോപ്പിക്സ് തന്നെ കുറേ ഉണ്ടാവും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ. അന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ റിവിഷൻ ചെയ്ത് തീർക്കുക. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ലെക്ചർ, അതായത് ആ കോൺസെപ്റ്റ് അടിപൊളിയാക്കല കേട്ടോ. ആ കോൺസെപ്റ്റ് അടിപൊളിയാക്കിയ ശേഷം മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ടൈം സ്ലോട്ട് ഉണ്ടല്ലോ, അതായത് 7 to 9 നിങ്ങൾ അന്ന് പഠിച്ച സാധനങ്ങളെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ടൈം നിങ്ങൾ റിവിഷൻ ചെയ്ത് തീർന്നിട്ടില്ലെങ്കിൽ ആ ടൈം നിങ്ങൾ റിവിഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ എന്താ വെച്ചാൽ, നമ്മളെ ലാസ്റ്റ് ടൈം സ്ലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മോർണിംഗിൽ ഏതാണോ പഠിച്ചത്, ബയോളജി ആണെങ്കിൽ എന്ത് ചെയ്യുക, ബയോളജിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. നിങ്ങൾ രാവിലെ പഠിച്ചത് കെമിസ്ട്രി ആണെങ്കിൽ എന്ത് ചെയ്യുക, ആ കെമിസ്ട്രിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. നിങ്ങൾ പഠിച്ചത് ഫിസിക്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക, ആ ഒരു 6 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് തന്നെ ഓരോ ദിവസവും ഓരോ സെക്കൻഡും വേസ്റ്റ് ആക്കാതെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ എന്തായി, നമ്മൾ വീക്കെൻഡ് എത്തി, അതായത് സൺഡേ. ഈ സൺഡേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കൂട്ടണം കേട്ടോ. അതായത് അന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീക്കിൽ പഠിച്ച കാര്യങ്ങൾ ഫുള്ളൊന്ന് പെട്ടെന്ന് റിവിഷനും ചെയ്യണം. അതിന് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പം അന്ന് എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ തന്നെ പഠിക്കുകയാണ്. അന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങളൊരു 12 മണിക്കൂർ പഠിക്കുകയെന്ന് വിചാരിച്ചോ, അത്രയൊക്കെ ലെവലിൽ നിങ്ങൾ എത്തിട്ടോ. അപ്പൊ ഈ 12 മണിക്കൂറാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. എന്ത് ചെയ്യുക, കൂടുതൽ ടൈം നിങ്ങൾ +2 കൊടുക്കുക. അപ്പൊ 12 ആണെങ്കിൽ 7, 5 അങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുക. അങ്ങനെ 7 മണിക്കൂർ എന്ത് ചെയ്യുക, +2 കൊടുക്കുക, 5 മണിക്കൂർ +1 കൊടുക്കുക. ഈ 7 മണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, ആദ്യത്തെ ഒരു 1-2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, 7 മണിക്കൂറിന്റെ ആദ്യത്തെ 1-2 മണിക്കൂർ നിങ്ങൾ ആ അന്ന് വീക്കിൽ പഠിച്ച കാര്യങ്ങളുണ്ടോ അതൊന്ന് പെട്ടെന്ന് റിവിഷൻ ചെയ്യുക. പെട്ടെന്ന് ഓടിച്ച് റിവൈസ് ചെയ്യുക. ഇനിയിപ്പോൾ 2 മണിക്കൂർ കൂട്ടിക്കുക. ബാക്കിയുള്ള ടൈം നിങ്ങൾ എന്താണോ വീക്ക് ഡേയ്സിൽ ചെയ്തത് അതേപോലെ തന്നെ, അതായത് കോൺസെപ്റ്റ് പഠിക്കുക, അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ആ 7 മണിക്കൂർ +1, അതിന്റെ ആദ്യത്തെ 2 മണിക്കൂർ എന്ത് ചെയ്യുക, നിങ്ങൾ ആ വീക്കിലെടുത്ത കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക വെച്ചാൽ, നമുക്ക് അടുത്ത് ബാക്കി 5 മണിക്കൂറുണ്ട്. ആ 5 മണിക്കൂർ എന്ത് ചെയ്യുക, ഒരു 3 മണിക്കൂർ നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി കൊടുക്കുക, 2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഇത് കഴിഞ്ഞു. പിന്നെ പറഞ്ഞാൽ 5 മണിക്കൂർ +1 വരുന്നത്. അതേപോലെ തന്നെ അതിലും എന്ത് ചെയ്യുക, 2 മണിക്കൂർ പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ നോക്കുക. ഈ 3 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് പഠിക്കുക. അതിന്റെ കൂടെ തന്നെ ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് കോൺസെപ്റ്റ്സ് ഒന്ന് അതിന്റെ പഠിക്കുക. ഇനി പറ്റുകയാണെങ്കിൽ ഇടക്കിടക്കൊക്കെ ഒന്ന് ഈ വീക്ക് ഡേയ്സിന് സൺഡേ ആക്കാൻ നോക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ പറ്റുകയാണെങ്കിൽ ഇടക്കിടക്കൊക്കെ ഒന്ന് ലീവ് എടുത്തിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ, നമ്മുടെ സെൽഫ് സ്റ്റഡിക്കുള്ള ടൈം കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നോക്കുക. ഇപ്പൊ എൻ്റെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ, ഞാൻ +2 ഞാൻ ഇടക്കിടക്ക് എൻ്റെ സാറോട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പറഞ്ഞു, സാർ ഞാൻ നിങ്ങൾക്ക് നീറ്റിന് ഇങ്ങനെ പഠിക്കുക കാണാം, അപ്പോൾ സെൽഫ് സ്റ്റഡിക്ക് കുറച്ച് ടൈം വേണം എന്നൊക്കെ പറഞ്ഞാണ്ട് എന്താണ് സാറോട് നല്ല സോപ്പിട്ടുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് ലീവ് ഒക്കെ എടുത്തിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വൃത്തിക്ക് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഒറ്റൊരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാമെന്ന് വെച്ചാൽ,
നിങ്ങൾ ടൈം കൂടുന്നതനുസരിച്ച് നിങ്ങളെ ലേണിംഗ് എന്താ പറയുക സ്പീഡ് കൂട്ടുക, അതായത് ടൈം ഇങ്ങനെ കുറഞ്ഞു വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രാവിലെ നിങ്ങൾ രാവിലത്തെ സ്ലോട്ട് എന്ത് ചെയ്യണം, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി. നമുക്ക് ബയോളജിന്റെ കേസ് എടുക്കാം. ഒരു ചാപ്റ്റർ നിങ്ങൾ +1 തീർക്കാൻ എന്ത് ചെയ്യും, ചിലപ്പോൾ 2 ദിവസം എടുത്തു വിചാരിക്കും. അതായത് ഇന്നത്തെ ഇപ്പോൾ ഒരു മൺഡേ നിങ്ങൾ പഠിക്കണമെങ്കിൽ മൺഡേ എടുക്കും, പിന്നെ അടുത്ത പറഞ്ഞാൽ തേഴ്സ്ഡേ ആണല്ലോ. അപ്പോൾ മൺഡേ തേഴ്സ്ഡേ 2 ദിവസം എടുത്തിട്ടാണ് നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ടെൻഷനൊന്നും അടിക്കാൻ വേണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ +1 കുറച്ചൊക്കെ ഉഴപ്പിയിട്ട് അങ്ങനെയൊക്കെ വന്നത്. അപ്പോൾ ആ പേസിക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ വിത്ത് ടൈം, അതായത് നിങ്ങൾ പഠിച്ച് അത് കുറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോൾ നിങ്ങളെന്താ 2 ഡേ കൊണ്ടാണ് ഒരു ബയോളജി തീർക്കണമെങ്കിൽ നിങ്ങൾ ഒരു 6-7 മാസം കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് 2 ചാപ്റ്റർ തീർക്കും. മനസ്സിലായോ? 2 ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ തീർത്തത് ഒരു ദിവസം കൊണ്ട് 2 ചാപ്റ്റർ തീർക്കും. അതിനൊക്കെ നിങ്ങൾക്ക് ആ കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അതായത് ഇങ്ങനെ പഠിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇട്ട് പോയാൽ നിങ്ങൾ നല്ല സ്കെയിലപ്പായി ലെവലപ്പായി ഇങ്ങനെ വരും. ഇനി നിങ്ങൾ ഏതൊക്കെ റിസോഴ്സസ് ആണ് റെഫർ ചെയ്യേണ്ടത് എന്നുള്ളത് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ക അത് തന്നെ ഫോളോ ചെയ്യുക. ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ക്ലാസ്സസ് അവരുത്, മൊഡ്യൂൾ അവരുത് ഒക്കെ. ഓക്കെ, ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ നല്ല നല്ല ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സസിൻ്റെയും എല്ലാ ക്ലാസ്സസിൻ്റെയും പല സാറുമാർ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി മനസ്സിലാവുമെങ്കിൽ പിന്നെ നിങ്ങളെ പോസിബിലിറ്റി പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആണ്. കുറേ ക്ലാസ്സസ് യൂട്യൂബിലുണ്ട്. സോ അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. പിന്നെ ഇനി ബുക്സിൽ പറയുകയാണെങ്കിൽ നേരത്തെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ ആ കോച്ചിങ്ങിൻ്റെ മൊഡ്യൂള്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഇപ്പോൾ MTG അല്ലെങ്കിൽ അരിഹന്ത്, അങ്ങനെ ഏതെങ്കിലും ഒറ്റൊരു ബുക്ക്, മനസ്സിലായ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 150 ക്വസ്റ്റ്യൻസ് അപ്രോക്സ് ഉള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് 150 കേട്ടോ, അതിൽ കൂടുതലായി അത്ര നല്ലത്. അപ്പോൾ ഒരു 150ൽ കുറയണ്ട, ആ ഒരു റേഞ്ച് ഓഫ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ള ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇനി ബോർഡ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു നീറ്റ് ആസ്പിരന്റ് ആണ്, നിങ്ങൾ നീറ്റിന് പ്രോപ്പറായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ, നല്ല വൃത്തിക്ക് നീറ്റിന്റെ ലെവൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, മെയിൻ ബോർഡ് എക്സാമിന് ജസ്റ്റ് 1 വീക്ക് മുന്നേ മുതലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, പഠിച്ചു തുടങ്ങിയാൽ മതി. ഇപ്പോൾ ക്രിസ്മസ് എക്സാം ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് 3-4 ദിവസം മുന്നേ അതിനായിട്ട് പഠിച്ചാൽ മതി. ബാക്കിയുള്ള സമയം ഫുള്ള് നിങ്ങൾ എന്ത് ചെയ്യുക, നീറ്റിന് വേണ്ടി യൂസ് ചെയ്യുക. നിങ്ങൾ നീറ്റ് ലെവൽ കോൺസെപ്റ്റ് ആൻഡ് ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്താണെങ്കിൽ ബോർഡ് എക്സാം പുട്ട് പോലെ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ ടോപ്പേഴ്സും നിങ്ങൾ നോക്കുകയാണെങ്കിലും നീറ്റ് ക്രാക്ക് ചെയ്തവരൊക്കെ ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയതാവും. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ +2 പഠിക്കും വേണം. +2 പറഞ്ഞാൽ അന്ന് എടുക്കണേന് അന്ന് ഇങ്ങനെ പഠിച്ചു പോവുക. എന്നിട്ട് ഇതിന് കൂടെ തന്നെ +1 ഇങ്ങനെ പഠിച്ചു വരണം എന്ന് പറഞ്ഞല്ലോ. ഈ പഠിച്ചു വരുന്ന ഓർഡർ എന്താണെന്ന് വെച്ചാൽ, ബയോളജിയും ഫിസിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ +1ന്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ വന്നു, ഒരു കുഴപ്പമില്ല. അതായത് ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ യൂണിറ്റ് മെഷർമെന്റ്, 1 ഡേ മെഷർമെന്റ്, 2D മോഷൻ, അങ്ങനെ ഒരു ഓർഡറിൽ പോയിക്കോ. ബയോളജിന്റെ കേസിലാണെങ്കിൽ അങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ ഓർഡർ പോയിക്കോ. കെമിസ്ട്രിന്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ മോൾ കോൺസെപ്റ്റ് പഠിക്കുക, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, അത് അടിപൊളിയായ ശേഷം നേരെ നിങ്ങൾ പോയി ഓർഗാനിക് GOC അടിപൊളിയാക്കുക. അതായത് ഈ മോൾ കോൺസെപ്റ്റും GOC അടിപൊളിയാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ കെമിസ്ട്രിയിൽ ഏറ്റവും ബേസിക്സ് ആവശ്യമുള്ള 2 ചാപ്റ്റേഴ്സ് ആണത്. അതന്നെ ഈ +1ന്റെ ഇപ്പൊ ഒന്ന് പറഞ്ഞാൽ ഒരു തലയ്ക്കൊന്ന് പറഞ്ഞാൽ വേറൊരു തലയ്ക്കാണ് പോയി കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ മോൾ കോൺസെപ്റ്റും GOCയും നല്ല എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ +2 കെമിസ്ട്രിയും ഭയങ്കര ഈസി ആവും. ഇതേപോലെ തന്നെ ഈ +2ല് +1ന്റെ ഫിസിക്സിലും കുറെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ യൂണിറ്റ് മെഷർമെന്റ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, 1D അതായത് കൈനമാറ്റിക്സ്, 1D 2D ലോസ് ഓഫ് മോഷന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ ഗ്രാവിറ്റേഷൻ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. പിന്നെ മൂവിങ് ചാർജസ്, മാഗ്നറ്റിക്സ്, അതിങ്ങനെ ഇത് ഇക്വേഷൻസ് ഒക്കെ സെയിം ആണ്. അപ്പൊ നിങ്ങൾ ഈ ഗ്രാവിറ്റേഷൻ അടിപൊളിയാക്കി കഴിഞ്ഞാൽ +2ത്തെ ഫിസിക്സ് നിങ്ങൾക്ക് ഈസി ആവും. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞാല്, കെമിസ്ട്രിന്റെ കേസിൽ മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഓർഡർ ഒന്ന് തെറ്റിച്ച് പഠിച്ചാലും കുഴപ്പമില്ല. അതായത് ആദ്യം മോൾ കോൺസെപ്റ്റ്, പിന്നെ GOC, പിന്നെ നിങ്ങൾ ആദ്യം മുതൽ വന്നോ സ്ട്രക്ചർ ഓഫ് ആറ്റം, പീരിയോഡിക് പ്രോപ്പർട്ടീസ്, അങ്ങനെ വന്നോ. അങ്ങനെ നിങ്ങളെ കൊണ്ട് എത്ര പേസിൽ പറ്റുമോ. അപ്പൊ ചിലവർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് തീർത്തു പോകാൻ പറ്റൂട്ടോ, ചിലവർക്ക് മെല്ലെ തീർത്തു പോകാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. നിങ്ങൾ എന്താ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, അതായത് ആ +2 ബോർഡ് എക്സാമിന്റെ ആ ടൈം വരെ ഈ ഒരു ഇതിൽ അങ്ങനെ പോയിക്കോട്ടെ, ഈ ഒരു പേസിൽ. അതിൽ നിങ്ങൾക്ക് എത്ര മാക്സിമം ചാപ്റ്റേഴ്സ് തീർക്കാൻ പറ്റും അത്ര തീർക്കുക. അതിന് ഫുള്ള് ഇപ്പൊ +1ന്റെ ഫുള്ള് തീർന്നില്ല വെച്ചിട്ട് ടെൻഷനേ അടിക്കണ്ട. മാക്സിമം തീർത്തിട്ട് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, +2 ബോർഡ് എക്സാം കഴിഞ്ഞിട്ടുള്ള ടൈം ഉണ്ടാവില്ല, അതായത് ആ ക്രാഷ് കോഴ്സിന്റെ ടൈം, ആ ടൈമിൽ നമുക്ക് അടിപൊളിയാക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, +1 നിങ്ങൾ ഭയങ്കരമായിട്ട് ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡെയിലി ബേസിസിൽ +1 പഠിക്കണം, +2 പഠിക്കണം. സോ ചുരുക്കി പറഞ്ഞാൽ ഡെയിലി ബേസിസിൽ ഇനി നിങ്ങൾ നല്ല എഫേർട്ട് ഇടണം. അതായത്
നിങ്ങൾ അന്ന് ഉഴപ്പിയതിനുള്ള എന്താണ് ഒരു പണിഷ്മെന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇതിനെ കണ്ടോ. നേരെ മറിച്ച് നിങ്ങളിപ്പോ പ്ലസ് വണ്ണിൽ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാണ്. ഇപ്പൊ അഥവാ അങ്ങനത്തെ സ്റ്റുഡൻസ് കാണുകയാണെങ്കിൽ ഞാൻ പറയട്ടോ, നിങ്ങൾ പ്ലസ് വണ്ണിൽ അത്യാവശ്യം നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റിൽ നിങ്ങൾ പ്ലസ് ടുവിൽ പ്ലസ് വൺ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ എന്താണ് ഇവരോട് ഞാൻ എന്താ പറയുക, ഉഴപ്പിയ സ്റ്റുഡൻസിനോട് ഞാൻ ഡെയിലി ബേസിസിലാണ് നോക്കാൻ പറഞ്ഞത്. ഇപ്പൊ പ്ലസ് വൺ പ്രോപ്പർ ആയിട്ട് പഠിച്ചവരാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ റിവിഷൻ ചെയ്ത് വരാം. ഒരു ഏറ്റവും നല്ലത് പറഞ്ഞാൽ ഒരു 2 വീക്സ് കൂടുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു സൺഡേ ഉണ്ടല്ലോ, ആ സൺഡേ നിങ്ങൾ പ്ലസ് വണ്ണിനായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ ഈ പ്ലസ് ടുവിന്റെ കൂടെ തന്നെ പ്ലസ് വൺ ഇങ്ങനെ റിവൈസ് ചെയ്ത് വരിക. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇനിയിപ്പോ ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ കമന്റ് ചെയ്തോ. അതേപോലെ തന്നെ ഇനി വേറെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ അതും കമന്റ് ചെയ്തോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.